നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. ആദില നൂറ, ഞാൻ അവരെ കാണുന്നത് ഈ ബിഗ് ബോസിലെ താരങ്ങളായിട്ടാണ്. അതിന് മുന്നേ കണ്ടിട്ടുണ്ട് ചെറിയ ചെറിയ സോഷ്യൽ മീഡിയയിൽ. ഒരു ലെസ്ബിയൻ കപ്പിൾസാണ്. നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ ലെസ്ബിയൻ കപ്പിൾസ് ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു പക്ഷേ ഇപ്പോൾ സമൂഹം വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നു. ഈ ഇടയ്ക്ക് അവർ മലബാർ ഗ്രൂപ്പിൻ്റെ ഈ ഗൃഹപ്രവേശന ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ബിഗ് ബോസ് താരങ്ങളെയൊക്കെ ക്ഷണിക്കുകയുണ്ടായി. പക്ഷെ അതിനുശേഷം മലബാർ ഗ്രൂപ്പിൻ്റെ ഫൈസലേക്ക് എൻ്റെ ഈ പറയുന്ന MD ഒരു പോസ്റ്റ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഒരു പോസ്റ്റ് ഇട്ടു. അത് ഒരു പക്ഷേ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. വലിയ വിരോധാഭാസം ഉണർത്തുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. എനിക്കും അത്തരത്തിൽ തോന്നി. എന്ത് തോന്നുന്നു സാറിന്? ഈ ഫൈസലിൻ്റെ ഒക്കെ ഒരു കഥ, അവരുടെ കഥ തുടങ്ങുന്നത് 1990-കളിലാണ്. 1990-93 കാലഘട്ടത്തിൽ കോഴിക്കോട് അങ്ങാടിയിൽ കൊപ്ര കച്ചവടക്കാരായിരുന്നു MB അഹമ്മദും ഈ AK ഫൈസലും. MB അഹമ്മദിൻ്റെ ഉറ്റ ബന്ധുവാണ് AK ഫൈസൽ. 93 അവർ ഈ കൊപ്ര കച്ചവടം ഇടയ്ക്കൊന്ന് പൊളിഞ്ഞു. അപ്പോൾ 93 നമ്മുടെ രൂപയുടെ മൂല്യം വല്ലാണ്ടിടിയുകയും അന്ന് സ്വർണത്തിന് വില കൂടുകയും മൂല്യം കൂടുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ നല്ല കാഞ്ഞ ബുദ്ധിയുള്ള കച്ചവടക്കാർ അഹമ്മദിൻ്റെ കൂട്ടത്തിലുള്ള. അന്ന് വലിയ പൈസ ഒന്നും കയ്യിലില്ലെങ്കിലും അഹമ്മദ് സ്വർണ്ണക്കട കോഴിക്കോട് തുടങ്ങാൻ തീരുമാനമെടുക്കുന്നു. അങ്ങനെ അതുവരെ അഹമ്മദ് ഈ മലഞ്ചരക്ക് കൊപ്ര വ്യാപാരിയായിരുന്നു. അപ്പോൾ ഈ മലബാർ മലഞ്ചരക്കിന് വലിയ പ്രാധാന്യമുള്ള കാലഘട്ടം. അങ്ങനെ മലബാർ അഹമ്മദിൻ്റെ മനസ്സിൽ പതിഞ്ഞിരുന്നു. അങ്ങനെയാണ് മലബാർ ഗോൾഡ് എന്നുള്ളൊരു പേരിടുന്നത്. പക്ഷേ വളരെ ബുദ്ധിമാനായ അഹമ്മദ് അവരുടെ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഒക്കെ പിരിവെടുത്ത് ഇതിനെ ഒരു വിശാല ഫോർമാറ്റിലാണ് സ്വർണ്ണക്കട തുടങ്ങുന്നത്. അന്ന് ഈ സ്വർണ്ണക്കട 93 ഇവർ തുടങ്ങുമ്പോൾ അന്ന് ഈ സ്വർണ്ണ കച്ചവടത്തിൻ്റെ കുത്തകക്കാർ എന്ന് പറയുന്നത് തൃശ്ശൂരെ പ്രാഞ്ചിയേട്ടന്മാരാണ്. തൃശ്ശൂർ ആലുക്കാസ് കുടുംബമുണ്ട്, അങ്ങനെ ഒട്ടനവധി ചെമ്മണ്ണൂർ കുടുംബമുണ്ട്. അന്ന് നേരത്തെ ഈ കോട്ടയം എറണാകുളം കേന്ദ്രീകരിച്ചുള്ള ആലപ്പാട്ട് അങ്ങനെയുള്ള സ്വർണ്ണ കച്ചവടക്കാർ അവർ വലിയ പ്രമാണിമാരായിരുന്നു. പക്ഷെ അവരൊക്കെ ഈ പുതുക്കൂറ്റുകാരുടെ വരവിൽ ഒരു കുത്തൊഴുക്കിൽ പെട്ടുപോയി. ആലപ്പാട്ടും ബ്രക്കാട്ടും കുറേയേറെ കോട്ടയം എറണാകുളം ബന്ധപ്പെട്ടുള്ള സ്വർണ്ണ കച്ചവടക്കാരുണ്ട്. തിരുവനന്തപുരം കൊല്ലം ഒക്കെ കേന്ദ്രീകരിച്ച് അന്ന് വളരെ ശക്തമായി നിന്നിരുന്ന ഭീമ ഗ്രൂപ്പ്, അവർക്ക് കുറേയേറെ തമിഴ് ബന്ധമുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള കസ്റ്റമേഴ്സുണ്ട്. ഇതിനിടയിൽ കോഴിക്കോട് ഒരു സ്പേസ് സ്വർണ്ണ കച്ചവടത്തിന് വന്നു. മുഖ്യമായി മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ഒരു പർച്ചേസ് പവർ തിരിച്ചറിയാവുന്ന അഹമ്മദ് തന്നെ ഈ സ്വർണ്ണക്കട തുടങ്ങുന്നു. അന്ന് തൃശ്ശൂരിലേക്ക് പോയാണ് കോഴിക്കോട്ടുകാരൊക്കെ സ്വർണം വാങ്ങിയിരുന്നു. തൃശ്ശൂരുകാരുടെ കടകളായിരുന്നു കോഴിക്കോട് ഉള്ളത്. ചെറിയ ചെറിയ സ്വർണ്ണക്കടകളാണ്, വലിയ ഒരു സ്ട്രക്ചേർഡ് അല്ല. അങ്ങനെ അഹമ്മദും അന്ന് മുതൽ ഫൈസലും ഉണ്ട് ഇവരുടെ കൂട്ടത്തിൽ. അങ്ങനെ പിന്നീട് എക്സിക്യൂട്ടീവ് ഡയറക്ടറായി വളർന്ന AK ഫൈസൽ സ്വർണ്ണക്കട വളർന്നു. മലബാർ ഗ്രൂപ്പ് ആഗോളതലത്തിൽ വലിയ തോതിൽ പടർന്നു പിടിച്ചു. വലിയ വിവാദങ്ങളിലൊക്കെ പലപ്പോഴും നമ്മൾ മലബാർ ഗ്രൂപ്പിനെ കുറിച്ച് കേൾക്കാറുണ്ട്. പക്ഷേ വിവാദങ്ങൾ അവിടെ നിൽക്കട്ടെ, അവർ ബിസിനസ്സിൽ ക്ലച്ച് പിടിച്ചു. ഇപ്പോൾ അവർ തന്നെ അവകാശപ്പെടുന്ന ലോകത്തിലെ 6ാമത് സ്വർണ്ണ വ്യാപാര ശൃംഖലയുടെ 6ാമത്തെ ഒരു സ്ഥാനമുണ്ടെന്ന് സ്വർണ്ണ വ്യാപാര കേന്ദ്രങ്ങളുടെ ഇടയിൽ. പക്ഷെ അവർക്ക് നമുക്കറിയാം യൂറോപ്പിൽ, UAE-ൽ, കാനഡയിൽ, അമേരിക്കയിലൊക്കെ സ്വർണ്ണക്കടകളുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാൻ കാനഡയിൽ ചെന്നപ്പോൾ ഇവരുടെ സ്വർണ്ണക്കടയിൽ നിന്ന് കയറേണ്ട ഒരു സാഹചര്യവും ഉണ്ട്. അപ്പോൾ വലിയൊരു നെറ്റ്വർക്ക് മലബാർ ഗോൾഡിൽ നിന്നുണ്ട്. അത് നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റത്തില്ല. വലിയൊരു പണത്തിൻ്റെ പിൻബലവുമുണ്ട്. മറുവശത്ത് ഈ അഹമ്മദിൻ്റെ വളർച്ച വളരെ തന്ത്രപരമായിരുന്നു. 93 ഇവർ സ്വർണ്ണക്കട തുടങ്ങുന്നു. 90-കളുടെ ഒടുവിൽ പെട്ടെന്ന് കേരളത്തിലൊരു റിയൽ എസ്റ്റേറ്റ് ബൂം കത്തി വരികയാണ്. അന്ന് വരെ സ്ഥലത്തിനൊന്നും വലിയ വിലയില്ലായിരുന്നു. അന്ന് പേരെടുത്ത് നിൽക്കുന്ന മലബാർ ഗോൾഡ് ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലത്തിന് ചെന്ന് അഹമ്മദ് അങ്ങ് വില പറഞ്ഞാൽ പെട്ടെന്ന് വീട്ടുടമ മലബാർ ഗോൾഡുകാരല്ലേ എന്ന് കരുതി 1 കോടി രൂപ കിട്ടേണ്ട സ്ഥലം ഇവർക്കൊരു 50 ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ 70 ലക്ഷം രൂപയ്ക്ക് പറഞ്ഞുറപ്പിക്കാൻ കഴിയും. അപ്പോൾ 10-25 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത് അതങ്ങ് ലോക്കായി കിടക്കും. പിന്നീട് മലബാർ ഗോൾഡ് വിൽക്കുമ്പോൾ 70 ലക്ഷം രൂപ കിട്ടുന്ന 70 ലക്ഷം രൂപയ്ക്ക് ഇവർ അഡ്വാൻസ് കൊടുത്ത സ്ഥലത്തിനൊരു 1.5 കോടി രൂപ കിട്ടും. കാരണം മലബാർ ഗോൾഡിൻ്റെ ഒരു ബ്രാൻഡ് വാല്യൂ. ഇത്തരത്തിൽ കേരളത്തിൽ വളരെ ശക്തമായ നിലയിൽ റിയൽ എസ്റ്റേറ്റിനെ ഉപയോഗിക്കാൻ ഈ ഗ്രൂപ്പിന് കഴിഞ്ഞു. അവർ കോഴിക്കോട്, തൃശ്ശൂർ, എറണാകുളം, തിരുവനന്തപുരം മിക്ക സ്ഥലങ്ങളിലും വന്ന സ്ഥലം വാങ്ങിക്കൂട്ടി അത് വിറ്റു. മലബാറിലൊക്കെ വളരെയേറെ സ്ഥലങ്ങൾ, ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ അവർ വാങ്ങി അത് പിന്നീട് മറിച്ചു വിറ്റു. അപ്പോൾ റിയൽ എസ്റ്റേറ്റിലൂടെ വലിയ തുക സമാഹരിക്കാൻ ഈ ഡയറക്ടർമാർക്ക് കഴിഞ്ഞു. ഷെയർ ഹോൾഡേഴ്സിന് അല്ല. പക്ഷേ ഏകദേശം 4000-ഓളം ഷെയർ ഹോൾഡർമാരുണ്ട് ഇന്ന് മലബാർ ഗ്രൂപ്പിൽ.
ഇവർ അവകാശപ്പെടുന്ന ഇതൊക്കെ അവരുടെ തൊഴിലാളികളാണ്. തൊഴിലാളികൾക്ക് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന വളരെ വിശാലമായ ഒരു മനസ്ഥിതി തങ്ങൾ അവരോട് കാട്ടുന്നു. എന്തായാലും കച്ചവട തന്ത്രങ്ങൾ, കച്ചവടത്തിൻ്റെ അകക്കണ്ണ് കണ്ടവർ തന്നെയാണ്. അക്കാര്യത്തിൽ സംശയം വേണ്ട, അതിൽ നമുക്ക് അവരെ അഭിനന്ദിക്കാം. അഹമ്മദ് സ്വതവേ വലിയ പൊങ്ങനൊന്നുമല്ല. പക്ഷേ ഈ AK ഫൈസൽ പൊങ്ങൻ്റെ പൊങ്ങനാണ്. ഒരു പ്രാഞ്ചേട്ടൻ എന്നൊക്കെയാണ് സമൂഹ മാധ്യമങ്ങൾ ഫൈസലിനെ വിശേഷിപ്പിക്കാറുള്ളത്. പക്ഷേ ഫൈസലിൻ്റെ പൈസയുണ്ട്, അതുകൊണ്ട് തന്നെ ഇനി പൊങ്ങത്തരമാണോ പ്രാഞ്ചേട്ടൻ കളിയാണോ എന്നൊന്നും പരിഹസിക്കേണ്ട ആവശ്യം നമുക്കില്ല. ഒരാൾ ജോലി ചെയ്ത് പണം ആർജിച്ചാൽ അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് അയാളുടെ ഇഷ്ടമാണ്. അയാൾക്ക് അതെങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഫൈസൽ വില കൂടിയ കാറുകളിൽ കോഴിക്കോട് അങ്ങാടിയിലൂടെ ഇങ്ങനെ മിന്നിത്തിളങ്ങുന്നത്, വിദേശങ്ങളിലൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നത്, ഇതൊക്കെ വലിയ റീൽസുകൾ എടുത്ത് ഇയാളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടാൻ ഭയങ്കര വിരുദ്ധമുണ്ട്. അപ്പോൾ ഈ പ്രാഞ്ചിയേട്ടൻ കളി എന്ന് മറ്റുള്ളവർ പരിഹസിക്കുമെങ്കിലും ഇതൊക്കെ പുള്ളി ആസ്വദിക്കുകയാണ്. അപ്പോൾ അത്തരം ആസ്വാദനങ്ങളെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. പക്ഷെ ഇവിടെ നമ്മൾ വിമർശിക്കും. AK ഫൈസൽ എന്ന കച്ചവടക്കാരൻ്റെ ചില വികൃതമായ വെറുപ്പുളവാക്കുന്ന ഈ പ്രവർത്തനങ്ങളെ നമുക്ക് വിമർശിക്കാനുള്ള അധികാരമുണ്ട്. കാരണം അതിലൊന്നാണ് ഈ ആദിലയ്ക്കും നൂറയ്ക്കുമെതിരെയുള്ള AK ഫൈസലിൻ്റെ ഫേസ്ബുക്കിലെ കുറിപ്പ്. ആ കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടതിന് പിന്നിൽ ചില മതപരമായ കാരണങ്ങൾ കൂടിയുണ്ട്. കാരണം ഈ പ്രോഗ്രാം, ഗൃഹപ്രവേശന ചടങ്ങ് അല്ലെങ്കിൽ വീട് കൂടൽ, വീട് പാലുകാച്ചൽ എന്നൊക്കെ പല തലത്തിൽ പറയുന്ന AK ഫൈസലിൻ്റെ ഈ വീടിൻ്റെ ഒരു ഉദ്ഘാടന മഹാമഹം ഒരു വലിയ ആഘോഷമാക്കി. AK ഫൈസൽ തന്നെ കേരളത്തിലെ എല്ലാ താരങ്ങളെയും അങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നു. ബോളിവുഡിലെ താരങ്ങളെയൊക്കെ ക്ഷണിക്കുന്നു, തമിഴ്നാട്ടിലെ തമിഴ് താരങ്ങളെയൊക്കെ ക്ഷണിക്കുന്നു. അങ്ങനെ സിനിമാ താരങ്ങളും രാഷ്ട്രീയ നേതാക്കളും മത നേതാക്കളും സെലിബ്രിറ്റികളെയും ഒക്കെ കൊണ്ടുവന്ന് ഏറ്റവും വലിയ ആഘോഷമാക്കാനുള്ള ശ്രമം നടത്തി. ഇത് ഒരു സെൽഫ് മാർക്കറ്റിങ്ങിനുള്ളൊരു അവസരമാണ്. അതുകൊണ്ടാണ് സാധാരണ ഈ ബിസിനസ്സുകാർ വലിയ വീടൊക്കെ വെച്ചിട്ട് ലോകത്തുള്ള എല്ലാ സെലിബ്രിറ്റികളെയും വിളിച്ച് ഇതൊക്കെ റീൽസ് എടുത്ത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെലിബ്രിറ്റികളെ കാണാൻ വേണ്ടിയിട്ട് ഇയാളുടെ വീടും കാണാം. അപ്പോൾ ഇത്ര വലിയ വീട് ഒരുക്കിയിരിക്കുന്നു എന്നൊരു ഖ്യാതി അത് സൂത്രത്തിൽ സംഘടിപ്പിക്കുക. അപ്പോൾ വലിയ തന്ത്രം വീട് കൂടൽ ചടങ്ങിൽ AK ഫൈസൽ ഉപയോഗപ്പെടുത്തിയത് ഈ താരങ്ങളെ ക്ഷണിച്ചുകൊണ്ട് മാത്രമല്ല, മറ്റൊരു തന്ത്രം കൂടി പ്രയോഗിച്ചു. അവിടെയാണ് നമ്മൾ ആദില നൂറയിലേക്ക് വരുന്നതിന് മുൻപ് ഈ ഫൈസലിൻ്റെ മറ്റൊരു മുഖം കാണേണ്ടത്. ഫൈസൽ അൻസിർ, നസീമ എന്ന് പറയുന്ന ഭിന്നശേഷിക്കാരായ ഒരു യുവാവും യുവതിയും ഭിന്നശേഷിക്കാരാണ്. ഇവരെ തൻ്റെ ഗൃഹപ്രവേശന ചടങ്ങിനോടനുബന്ധിച്ച് ഇവരുടെ വിവാഹം നടത്തി കൊടുക്കുന്നു. അങ്ങനെ പണ്ട് തൊട്ടേ ഈ സമൂഹ വിവാഹം പലരും അവരുടെ പ്രശസ്തിക്ക് വേണ്ടി ഉപയോഗിക്കും. അത് വലിയ ചാരിറ്റി ആയിട്ട് കൊണ്ടാടാനുള്ള ഒരു മാർഗമാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ മകൻ്റെ വിവാഹത്തിനൊപ്പം ഒരു നിർധന ദമ്പതികളുടെ വിവാഹം കൂടി നടത്തിയ മഹാൻ എന്നൊക്കെ പത്രങ്ങൾ എഴുതുമല്ലോ. അപ്പോൾ വലിയ ഒരു സുഖമുള്ള കാര്യമാണ്. സാധാരണ ഈ സഹായത്തെക്കുറിച്ച് വിവിധ മതഗ്രന്ഥങ്ങൾ പറയുന്ന ഒരു വാക്യമുണ്ട്, തൻ്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. കച്ചവടക്കാരാകുമ്പോൾ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അല്ല, ലോകം മുഴുവൻ അറിയണം. അതുകൊണ്ട് തന്നെ AK ഫൈസലിൻ്റെ ആ പ്രാഞ്ചേട്ടൻ കളിയെ നമുക്ക് വിമർശിക്കുന്നതിന് മുൻപ് അങ്ങനെ അൻസറിനെയും മണവാട്ടി നസീമയെയും ഈ ഫൈസൽ ചേർത്ത് പിടിച്ച് ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ ഇവരുടെ ഒരു വിവാഹം നടത്തി കൊടുക്കുന്നു. മറ്റുള്ളവർക്ക് താങ്ങും തണലുമാകാൻ പറ്റുന്നിടത്താണ് ഒരു ജീവിതം സാർത്ഥകമാകുന്നത്. നമ്മൾ എപ്പോൾ വേണമെങ്കിലും ഈ ലോകം വിട്ട് കടന്നു പോകും, പക്ഷെ ബാക്കിയാവുന്നത് മനുഷ്യ സ്നേഹത്തിൻ്റെ അടയാളങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ്റെ ഹൃദയത്തെ തുടിപ്പിക്കുന്ന ഒരു പ്രസംഗം ഈ ഗൃഹപ്രവേശന ചടങ്ങിനോടനുബന്ധിച്ച് വീടിൻ്റെ മുറ്റത്ത് വെച്ച് മാധ്യമപ്രവർത്തകരെ സാക്ഷി നിർത്തി AK ഫൈസൽ അങ്ങനെ വികാരം കൊള്ളുന്നൊരു രംഗമുണ്ട്. അതൊക്കെ വികാരം കൊള്ളുന്നതിനൊപ്പം മാർക്കറ്റിംഗ് രംഗത്ത് വലിയ അല്ലയൊല്ലികളായി ഉയർന്നു. ഒരു വശത്തത്, മറ്റൊന്ന് റോഷി സ്പെഷ്യൽ സ്കൂൾ എന്നൊരു സ്പെഷ്യൽ സ്കൂളുണ്ട്. ആ സ്പെഷ്യൽ സ്കൂളിലെ ഏകദേശം 10ഓളം കുടുംബങ്ങൾക്ക് സഹായം പ്രഖ്യാപിച്ചുകൊണ്ട് അടുത്തമിട്ട് അവിടെയും അവസാനിച്ചില്ല. മലയാള മനോരമയിൽ ഒരു വാർത്ത വന്നിരുന്നു. അതൊക്കെ ഈ ഫൈസൽ തൻ്റെ PR ടീമിനോട് പറഞ്ഞ് കളക്ട് ചെയ്ത് വെച്ചിരുന്നു. ആ വാർത്തയിൽ ഓട്ടോറിക്ഷ മേൽക്കൂരയാക്കി ഒരു ദമ്പതികൾ, അനിൽകുമാറും രമ്യയും, അവർ തെരുവിൽ കഴിയുകയാണ്. അവർക്ക് വീടില്ല, ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു ഓട്ടോറിക്ഷയുടെ പൊളിഞ്ഞ മുകൾ ഭാഗം എടുത്ത് മൂടിയാക്കി വെച്ചിരിക്കുകയാണ്. അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ് നമ്മുടെ പാലക്കാട് മുനവർ അലി ശിഹാബ് തങ്ങളെ കൊണ്ട് ഒരു താക്കോൽ രൂപം കൈമാറുന്നു, രേഖകൾ കൈമാറുന്നു. അങ്ങനെ മഹാനായ AK ഫൈസലിൻ്റെ വീരകഥകൾ അന്ന് കേരളം കൊണ്ടാടി.
മനോരമയിൽ വന്ന വാർത്തയായതുകൊണ്ട് തന്നെ മനോരമ ഫൈസലിനെ അങ്ങ് പൊക്കി ആകാശത്തിട്ട് അമ്മാനമാട്ടി ഈ ഒരു നിർധനരായ ദമ്പതികൾക്ക് വീട് വെച്ച് കൊടുത്തതിൻ്റെ പേരിൽ അതും ഒരു മനോരമ വാർത്ത കണ്ട് ഇതാ സാക്ഷാൽ AK ഫൈസലിൻ്റെ മനസ്സലിഞ്ഞു എന്നൊക്കെ പറഞ്ഞുള്ള ഒരു വാർത്തയൊക്കെ വായിച്ച് നമ്മൾ കോരിത്തിരിച്ചു പോകും. അങ്ങനെ തൻ്റെ ഗൃഹപ്രവേശന ചടങ്ങിനെ നല്ല കെങ്കേമമാക്കി ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങൾ കൊണ്ട്. അപ്പോൾ ചാരിറ്റി നല്ലതല്ലെന്ന് ചോദിക്കും, തീർച്ചയായിട്ടും ചാരിറ്റി ചെയ്യണം. പക്ഷേ ഇവിടെ ഫൈസൽ എന്താണ് ചെയ്തത്? ഫൈസൽ എല്ലാ മാധ്യമങ്ങളെയും വിളിച്ചു ചേർത്ത് തൻ്റെ ഓരോ ചാരിറ്റിക്കും കിട്ടാവുന്ന പരമാവധി പബ്ലിസിറ്റി വീണ്ടെടുക്കുന്നു. ഈ ചാരിറ്റി അത്രയും തൻ്റെ ഈ വലിയ മണിമാളികയുടെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഈ മണിമാളിക വീട് തൻ മാതാപിതാക്കൾക്ക് വെച്ചു കൊടുത്ത ഒരു ഉപഹാരമാണ്, അവർക്ക് ഒരു എളിയ മകൻ നൽകുന്ന സമ്മാനമാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. അങ്ങനെ AK ഫൈസലിൻ്റെ വീരകഥകളാണെന്ന് മാധ്യമങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞു കൊഴുത്തത്. അവിടെയാണ് നമ്മൾ ഫൈസലിനെ വിമർശിക്കുന്നത്. അപ്പോൾ ഇത്രയേറെ വിശാല മനസ്ഥിതി ഉണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ്, ലോകത്തിന് താങ്ങും തണലുമാകാനാണ് തൻ്റെ ജന്മം എന്ന് വിളിച്ചു പറഞ്ഞ് ഓരോ സിനിമാ താരങ്ങളെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ അത് വലിയ ആഘോഷത്തിൽ റീലുകളാക്കി സ്വന്തം സമൂഹ മാധ്യമ ഇടങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന ഫൈസൽ, ഇതേ ആദിലയും നൂറയും കടന്നു വന്നപ്പോൾ അവരെ തൊട്ടടുത്ത് നിർത്തി ഫൈസൽ ഫോട്ടോ എടുത്തിരുന്നു. പക്ഷേ ഫൈസലിന് നേർക്ക് ചില ഈ മതാന്തകാരം പിടിച്ചവർ ചില ആക്രോശങ്ങളുമായി തൊട്ടു പിന്നാലെ എത്തി. അവിടെ പകച്ചുപോയോ അതോ ഫൈസലിൻ്റെ ഇരട്ട മുഖമാണോ എന്ന് നമുക്കറിയില്ല. അവിടെ വിളിച്ചു വരുത്തി താരങ്ങളെയും വിളിച്ചു വരുത്തിയ സെലിബ്രിറ്റികളെയും ഒക്കെ വിളിച്ചു വരുത്തിയതും അവിടെ കൈകാര്യം ചെയ്തതും അവിടേക്ക് കൊണ്ടുവന്നതും ഈ ഷോ ക്രമീകരിച്ചതും PR ഏജൻസിയാണ്. അതേ PR ഏജൻസിയാണ് ആദിലയും നൂറയും വിളിച്ച്. കാരണം ബിഗ് ബോസിൽ തിളങ്ങി നിൽക്കുന്ന താരങ്ങളാണ്. കേരളം മുഴുവൻ അവരുടെ ഫാൻസായി മാറിയ ഒരു ഘട്ടത്തിലാണ് അവരെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. അപ്പോൾ അതും മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കാം എന്ന് കരുതിയ ഫൈസലിന് അവിടെ പിഴച്ചു. ഫൈസലിൻ്റെ ഇരട്ട മുഖം വ്യക്തമായി. അതുകൊണ്ടാണ് നമുക്ക് ഫൈസലിനെ തീർച്ചയായിട്ടും ഈ ചാരിറ്റി അല്ലെങ്കിൽ ഈ പ്രഹസനം എന്ന് പറയുന്നിടത്ത് നമുക്ക് വിമർശിക്കേണ്ടി വരുന്നത്. ഇനി ആദിലയും നൂറയുടെയും ചരിത്രമെടുത്ത്, അവരുടെ പിതാക്കന്മാർ സൗദി അറേബ്യയിലായിരുന്നു. അവർ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഇവർ തമ്മിൽ വല്ലാത്ത അടുപ്പം. നല്ല ഇണക്കുരുവികളെ പോലെ പറന്നു നടക്കുന്ന രണ്ട് പ്രണയിനികൾ. അപ്പോൾ ഒരു ആണെഴുത്തിൻ്റെ ചുറ്റുവട്ടത്തിൽ നിന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പെണ്ണെഴുത്തിൻ്റെ ചുറ്റുവട്ടത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ എല്ലാ വലയങ്ങളും പൊട്ടിച്ചെറിഞ്ഞ പ്രണയ ജോഡികളായിരുന്നു അവർ. അപ്പോൾ സ്കൂൾ കഴിഞ്ഞ് അവരുടെ സൗഹൃദത്തിന് മറ്റ് ചില സംതിങ് ഉണ്ട് എന്ന് അവരുടെ കുടുംബങ്ങളിൽ ചർച്ചയായി. ഇതിനെ തുടർന്ന് ഇവരെ ഇരുമ്പ് ചട്ടക്കൂടിനുള്ളിൽ തളച്ചിടാനുള്ള ശ്രമങ്ങൾ ആ സമൂഹവും കുടുംബവും നടത്തുന്നു. അതിനെയൊക്കെ പൊട്ടിച്ചെറിയുന്ന ആദിലയും നൂറയും പിന്നീട് ഹൈക്കോടതിയെ അവർ സമീപിക്കുന്നു. ഹൈക്കോടതി ഇവരോട് ഒരുമിച്ച് കഴിയാനുള്ള അനുമതി കൊടുക്കുന്നു. അതിനെതിരെ അതിരൂക്ഷമായി പ്രതികരിക്കുന്ന മതപണ്ഡിതന്മാരും മതത്തിൻ്റെ ചട്ടക്കൂട്ടിൽപ്പെട്ട മറ്റുള്ളവരും സമൂഹത്തിലെ ഉന്നതരെന്ന് നമ്മൾ പൊതുവെ ധരിക്കുന്നവരുമൊക്കെ ഇവർക്കെതിരെ അതിശക്തമായ ആക്രോശങ്ങളാണ് മുഴക്കിയത്. അതൊരു സമുദായത്തിൽ നടന്ന വലിയ വിപ്ലവമായിരുന്നു, സമുദായത്തിൽ നടന്ന വലിയ പൊട്ടിത്തെറിയായിരുന്നു. അപ്പോൾ ഇത്ര വിശാലമായ ഒരു വിപ്ലവത്തെ ആദിലയും നൂറയും എന്ന രണ്ട് പുഷ്പങ്ങളെ AK ഫൈസലിൻ്റെ ഗൃഹപ്രവേശന ചടങ്ങിന് എത്തിച്ചപ്പോൾ ഒരുപക്ഷെ ആളുകൾ ആദ്യഘട്ടത്തിൽ ഫൈസലിൻ്റെ ആ മഹത്വത്തെ ആയിരിക്കും പ്രകീർത്തിച്ചത്. പക്ഷെ അവിടെ ഫൈസൽ എന്ന ഇരട്ട മുഖമുള്ള വ്യക്തിയെ നമ്മൾ തിരിച്ചറിയുന്നു. അവിടെയാണ് ഫൈസലിൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ്. ഇയാൾ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതി അവരെ അവഹേളിക്കുന്നു. ആ കുറിപ്പൊന്ന് വായിക്കാവോ? എൻ്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ പരിപാടിയിൽ 2 പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടില്ല. പൊതുസമൂഹത്തിൻ്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹ മാധ്യമത്തിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകിയെന്ന ആരോപണത്തെ മുഖവിലയ്ക്കെടുക്കുന്നു. മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. അല്ല, ഫൈസൽ അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യട്ടെ. ഫൈസലിനെ മലബാർ ഗോൾഡിനൊക്കെ മുന്നിൽ ഇവിടെ ലെസ്ബിയൻ കപ്പിൾസിനും ട്രാൻസ്ജെൻഡേഴ്സിനും പ്രവേശനമില്ല എന്നൊരു ബോർഡ് എഴുതി വെക്കട്ടെ. അപ്പോൾ ഇങ്ങേരുടെ വീട്ടിലെ ഗൃഹപ്രവേശന ചടങ്ങിൽ വിളിച്ചു വരുത്തി ആദിലയും നൂറയെ അപമാനിക്കുക ചെയ്തത്. എന്നിട്ട് എന്തിനാണ് അവരുടെ ആ ഒരു സമൂഹത്തിനിടയിൽ അവരുടെ സമുദായത്തിനിടയിൽ ഇയാൾക്കൊരു കയ്യടി കിട്ടണം.
അതിനുവേണ്ടി സമൂഹം എന്ന് ചോദിച്ചത് പ്രത്യേക സമൂഹം മാത്രമാണ്, അല്ലാതെ മൊത്തത്തിലുള്ള സമൂഹമല്ല. മൊത്തത്തിലുള്ള സമൂഹം അവരെ അംഗീകരിക്കുന്നുണ്ട്. ഇപ്പൊ ഞാനും സാറും അടങ്ങുന്ന ഒരു സമൂഹം അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ഇവരുടെ ഒരു പ്രത്യേക സമൂഹമുണ്ട്. അല്ല, നമുക്ക് ആരെയും പ്രത്യേകിച്ച് പറയാൻ ഇവിടെ സാധിക്കില്ല. എല്ലാ സമൂഹങ്ങളിലും പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രകമ്പനങ്ങളും ഉയർന്നു വരും. പക്ഷെ അതിനൊക്കെ മുന്നിൽ മുട്ടുമടക്കുന്ന AK ഫൈസൽ എന്ന ഒരു വ്യക്തിയുടെ സമൂഹ മാധ്യമങ്ങൾ പരിഹസിക്കുന്ന പ്രാഞ്ചിയേട്ടൻ ഫൈസലിൻ്റെ ഇരട്ട മുഖം, അതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടെ എന്തിനവരെ വിളിച്ചു വരുത്തി എന്തിനു അധിക്ഷേപിച്ചു? എന്തായാലും ആദിലെ നൂറയും ഇവരാരും വിളിക്കാതെ അങ്ങോട്ടേക്ക് ചെന്ന് കയറില്ല. കാരണം അത്രയൊന്നും അവർ ധൈര്യമുള്ളവരല്ല. പ്രത്യേകിച്ച് കോഴിക്കോട് മണ്ണിൽ, കോഴിക്കോട് നഗരത്തോട് ചേർന്ന് AK ഫൈസൽ എന്ന ഈ നരാണ്ട്യൻ ഒരു വീട് വെച്ച് ഇത്ര ആഡംബര സമൃദ്ധിയിൽ മതമേലധ്യക്ഷന്മാരെയും സെലിബ്രിറ്റികളെയും ഒക്കെ വിളിച്ച് ആഘോഷിക്കുമ്പോൾ അതിനിടയിലേക്ക് ആരും വിളിക്കാതെ കടന്നു ചെല്ലാൻ മാത്രം വിഡ്ഢികളല്ല. അങ്ങനെയാണ് അവിടെ വെച്ച് പറയണം, വിളിക്കാതെ നിങ്ങൾ എന്തിനു വന്നു എന്ന് ചോദിക്കണം. അപ്പോൾ ഇങ്ങനെ കൈകഴുകാൻ യാതൊരു ഉളുപ്പുമില്ലാത്ത ഇത്തരം കഥാപാത്രങ്ങളെ സമൂഹ മാധ്യമങ്ങളിൽ തുറന്നു കാട്ടുന്നുണ്ടെങ്കിൽ നമുക്കതിനെ കുറ്റം പറയാൻ കഴിയില്ല. ഫൈസൽ ചെയ്ത നല്ല കാര്യങ്ങളെ നമുക്ക് തള്ളിപ്പറയുന്നില്ല. ഫൈസൽ വളർത്തിക്കൊണ്ടുവന്ന മലബാർ ഗോൾഡിനെതിരെ ഇപ്പോൾ യാതൊരുവിധ ആരോപണങ്ങളും നമുക്ക് ഉന്നയിക്കേണ്ടതില്ല. പക്ഷേ അതിലേക്ക് നൂറയ്ക്കും നേരെ AK ഫൈസൽ എന്ന ഈ വ്യവസായി ചെയ്തത് തികച്ചും ഇരട്ട മുഖമാണ്. ഇത്തരം ഇരട്ട മുഖക്കാർ തന്നെയാണ് കേരളത്തിൻ്റെ പല ബിസിനസ് വ്യവസായ സാമ്രാജ്യങ്ങളുടെയും മുകളിലിരിക്കുന്നത് എന്നത് നമുക്കിവരൊക്കെ കാട്ടുന്ന ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ എത്രമാത്രം സത്യസന്ധമാണ് എന്ന സംശയത്തിനിട നൽകുന്നു. എല്ലാം ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി, മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി, അതിനേക്കാളൊക്കെ ഉപരി വെറും മാർക്കറ്റിംഗ് തന്ത്രം എന്ന നിലയിൽ. അപ്പോൾ നമുക്ക് അഭിനന്ദിക്കാം, ഒരു കൊപ്ര കച്ചവടക്കാരൻ മലബാർ ഗോൾഡിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി വളർന്ന് ഈ തലത്തിൽ വിജയിച്ച് നിൽക്കുന്നത് അഭിമാനകരമാണ്. അതിന് അഹമ്മദിനെ നമുക്ക് തീർച്ചയായിട്ടും പുകഴ്ത്താം. എന്തായാലും ഫൈസലിൻ്റെ ഒരു ആഡംബര ജീവിതത്തിനിടയിൽ ഇത്തരം പാവപ്പെട്ട നിർദോഷികളായ ആദില നൂറമാരെ ഇങ്ങനെ വലിച്ചെറിഞ്ഞ് നിർദ്ദയം അവരെ തകർക്കരുത് എന്ന് മാത്രമാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതിൽ നമുക്കറിയാം ബിഗ് ബോസ് താരങ്ങൾ കൂടിയാണ് ആദില നൂറ. അപ്പോൾ മോഹൻലാൽ പോലും അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുക. അതായത് അതിനകത്തൊരു ഇടയ്ക്കൊരു സംഭവം ഉണ്ടായിരുന്നു. ലക്ഷ്മി എന്ന് പറയുന്ന മറ്റൊരു കണ്ടസ്റ്റന്റ് പറഞ്ഞു, എൻ്റെ വീട്ടിൽ പട്ടിക്ക് കൊടുക്കുന്ന ഒരു സ്ഥാനം പോലും കൊടുക്കില്ല. അങ്ങനെ വളരെയധികം ബിഗ് ബോസിൽ പോലും ഇവർക്ക് വലിയ ആക്ഷേപം ഉണ്ടായി. പക്ഷെ അപ്പോൾ മോഹൻലാൽ ചേർത്ത് നിർത്തുകയാണ്. മോഹൻലാൽ നമുക്കറിയാം മലബാർ ഗോൾഡുമായിട്ട് വലിയ ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. മിക്ക ആടുകളിൽ മോഹൻലാലിനെ നമുക്ക് കാണാം. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞത്, എൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ വരൂ, ഞാൻ സ്വാഗതം ചെയ്യുന്നു, എൻ്റെ വീട്ടിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഫൈസൽ അടക്കമുള്ള, നമ്മൾ ഇതിൽ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഫൈസൽ അടക്കമുള്ള നിരവധി രാജ്യങ്ങളിൽ സന്ദർശിക്കുകയും അറിവുകൾ കൂടുതൽ ഉണ്ടായിരിക്കും. ഒരുപക്ഷെ എന്നേക്കാളും ഒക്കെ അറിവുകൾ കൂടെയുള്ള ഇത്തരത്തിലുള്ള വ്യക്തികൾ ഇങ്ങനെയുള്ള ലെസ്ബിയൻ, ട്രാൻസ്ജെൻഡേഴ്സ് ഈ ഒരു വിഭാഗത്തെയൊക്കെ എന്തോ ഒരു നികൃഷ്ട ജന്മങ്ങളായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ അകറ്റി നിർത്തുന്ന ഈ ഒരു കാലമൊക്കെ അങ്ങനെയൊന്നും ഞാൻ ഫൈസലിനെ കാണുന്നില്ല. ഫൈസൽ അവരെ ചേർത്ത് പിടിക്കുകയും ഇനി ആളുകൾ കാണുമ്പോൾ വലിച്ചെറിയുകയും ചെയ്യും. അതാണ് സ്വഭാവം. അതല്ലാതെ ഇതിനോടൊന്നുമുള്ള ഒരു ഫൈസലിനെ അറിയാമോ എന്നുള്ളത് അറിയില്ല, ആദില നൂറ വ്യക്തികൾ അറിയാമോ എന്നുള്ളതും അറിയില്ല. എന്തായാലും കയറി അടുത്ത് വന്നൊരു ഫോട്ടോ എടുക്കുമ്പോൾ അടുത്ത് നിൽക്കുന്ന PR ഏജൻസികൾ പെട്ടെന്ന് ഇൻഫർമേഷൻ കൊടുക്കും, ഇത് ആദില നൂറ ലെസ്ബിയൻ കപ്പിൾസ്, ഓക്കെ ഫോട്ടോ ഒക്കെ എടുക്കും. പിന്നെയാണ് അപകടം മനസ്സിലായത്. അല്ല, ഈ ഇദ്ദേഹം പറഞ്ഞ പോസ്റ്റിൽ ഞാൻ അറിഞ്ഞില്ല എന്നുള്ളതാണ്. അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഷേക്ക് ഹാൻഡ് കൊടുത്ത് ചേർത്ത് നിർത്തി ഫോട്ടോ എടുക്കത്തില്ലല്ലോ, ഓൺ ദ സ്പോട്ട് പറയാലോ. അതൊന്നും ന്യായമല്ല, തീർച്ചയായിട്ടും ന്യായമല്ല. കാരണം ഇവരുടെ PR ഏജൻസികൾ ക്ഷണിച്ചതനുസരിച്ചാണ് എത്ര സെലിബ്രിറ്റികളെ അവരുടെയൊക്കെ സ്വഭാവം പരിശോധിച്ചിട്ടാണ്, അവരുടെയൊക്കെ സ്വഭാവ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടാണോ, ഇവരുടെയൊക്കെ കിടപ്പുറ കഥകൾ പരിശോധിച്ചിട്ടാണോ അവിടേക്ക് പ്രവേശനം കൊടുത്തത്? അല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഒരു അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഈ ഒരു സമൂഹം പറഞ്ഞിരിക്കുന്ന എല്ലാ നിബന്ധനകളും പാലിച്ച് ജീവിക്കുന്ന വ്യക്തികളെ മലബാർ സാർ ആദ്യം പറഞ്ഞത്, മലബാർ ഗോൾഡിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വരാവൂ, ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് കടന്നു വരാവൂ എന്നുള്ളൊരു ഇതും കൂടെ ഉണ്ടല്ലോ. കാരണം ഖുർആൻ അനുസരിച്ച് ഒരു വ്യവസായമായിട്ട് ബിസിനസ്സുമായിട്ട് അധികം കൂട്ടിക്കെട്ടണ്ട. എന്തായാലും AK ഫൈസൽ എന്ന കച്ചവടക്കാരന്റെ ഇരട്ട മുഖം വ്യക്തമാണ്. തീർച്ചയായിട്ടും. ഏതായാലും ലെസ്ബിയൻ, ട്രാൻസ്ജെൻഡേഴ്സ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഒരു വിഭാഗമാണ്. അവരെ കൂടി നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ചേർത്ത് പിടിക്കണം. കാരണം ഈ ഒരു പഴയ കാലഘട്ടത്തിൽ നിന്നൊക്കെ ഒരുപാട് മാറി അവർ ഇന്ന് സമൂഹത്തിലെ നിരവധി സ്ഥാനങ്ങൾ വഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നിരവധി വ്യക്തികൾ, അതായത് ഉന്നത വിദ്യാഭ്യാസമുള്ളവരൊക്കെ ഈ ഒരു വിഭാഗത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇത് അവരെ ചേർത്ത് പിടിക്കേണ്ട ഒരു പ്രശ്നമല്ല. ഇത് ഞാൻ പറയുന്നത് AK ഫൈസൽ എന്ന കച്ചവടക്കാരന്റെ ഇരട്ട മുഖം മാത്രമാണ്. തീർച്ചയായിട്ടും അതല്ല, അതും കൂടെ ചേർത്ത് പിടിക്കേണ്ടുന്ന ഒരു കടമ കൂടി നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും. കാരണം അവർ മനുഷ്യരാണ്, ബ്ലഡ് ഒന്നും തന്നെയല്ലേ, രക്തം
മുഖത്തിന്റെ നിറം എന്ന് പറയുന്നത് ചുവപ്പ് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു ഇരട്ട മുഖം കൂടി മലബാർ ഗോൾഡിന്റെ മനസ്സിലായി. തീർച്ചയായിട്ടും. നന്ദി, നമസ്കാരം.